1985 ജൂൺ മാസത്തിൽ ടീച്ചർ ഐശ്വര്യമായിട്ട് കോങ്ങാട് സ്കൂളിലേക്ക് കയറി. കോങ്ങാട് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് സ്കൂളിനെ ഒഴിവാക്കി ചിന്തിക്കാനേ കഴിയില്ല. കാരണം ഇത്രയും വലിയ കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂള്, അതിൻ്റെ ഒരു പഴമയുടെ ഒരു പ്രൗഢി ഉണ്ട് കോങ്ങാട് സ്കൂളിന്. ഒരു രാജ്യത്വം അല്ലെ, ഒരു പ്രൗഢ ഗംഭീരമായി തലയുയർത്തി പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് കോങ്ങാട് സ്കൂൾ. അപ്പോൾ അന്ന് പോയതും അന്നത്തെ അനുഭവങ്ങളും ഒക്കെ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ ടീച്ചറെ, അന്നത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് കുട്ടികളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? മാഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, മാരിവില്ലിൻ തേന്മലരി മാഞ്ഞു പോകയോ വെൽഗാട് സ്കൂളിൽ നിന്ന് 1985 കോങ്ങാട് സ്കൂളിലേക്ക് വളരെ സന്തോഷമായിട്ട്, എനിക്ക് അഭിമാനത്തോടെ ഞാൻ ആ സ്കൂളിലേക്ക് കയറി വന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ അന്ന് വളരെ പേരെടുത്ത ഒരു സ്കൂളായിരുന്നു കോങ്ങാട് സ്കൂള്. കോങ്ങാട് സ്കൂള് തൊട്ട് നേരെ എതിർ സൈഡിലെ വലിയ ഒരു ക്ഷേത്രമുണ്ട്, തിരുമാന്താംകുന്ന് ക്ഷേത്രം. അവിടെ മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലൊക്കെ പൂരം കുടിയേറുന്ന അത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു, വളരെ അഭിമാനമായിരുന്നു ആ കോങ്ങാട് സ്കൂളിലേക്ക് കയറി ചെല്ലാൻ. അങ്ങനെ ഞാൻ അവിടെ കോങ്ങാട് സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ കൂടല്ലൂരുകാരനൊരു കൊണ്ടൽവർണ്ണൻ മാഷായിരുന്നു അന്നത്തെ ഹെഡ് മാഷ്. ഗോപാലകൃഷ്ണ പിഷാരടി മാഷ്, ആമോരൻ നമ്പൂരി മാഷ്, വേലായുധ മാഷ്, സാവിത്രി ടീച്ചർ, അങ്ങനെ പ്രഗത്ഭരായ അധ്യാപകർ അവിടെ ഹെഡ് മാഷായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ അഭിമാനമുണ്ട്. അപ്പോൾ അവരൊക്കെ പേരെടുത്ത ആൾക്കാരായിരുന്നു. ഗോപാലകൃഷ്ണ മാഷ്, ഷാരടി മാഷ് എന്ന് പറയുന്നത്, ഷാരടി മാഷ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഷാരടി മാഷൊക്കെ നിറയെ കവിതകൾ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ എഴുതി അങ്ങനെയൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള. അതുപോലെ തന്നെ മാഷും ഒരു മലയാളം മാഷായിരുന്നു. അന്ന് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരു ശാരദ ടീച്ചറായിരുന്നു അവിടുത്തെ മലയാള അധ്യാപിക. ശാരദ ടീച്ചർ ഇപ്പം മരിച്ചുപോയി. അത് നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ അവരൊക്കെ തരുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഈ മലയാളം പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഷാരടി മാഷോട് ചോദിച്ചാൽ അദ്ദേഹവും അത് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഈ 85 ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാർത്ഥികളെക്കാൾ വളരെ താഴ്ന്നെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഈ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പം കുറച്ച് നേരം വെയിൽ കൊള്ളുകയാണെങ്കിൽ തലയിറങ്ങി വീഴും. അപ്പോൾ എന്താ കൂട്ടാ അങ്ങനെ വയ്യ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതൊക്കെ വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒക്കെ വളരെ ബുദ്ധിമുട്ടി സ്കൂളുകളിൽ അങ്ങനെ പഠിക്കാൻ പോയത്. ആ കുട്ടികളൊക്കെ ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വൈകിയത്, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ വൈകി വരും. ഒന്നിൽ പള്ളിയിൽ പോയി അല്ലെങ്കിൽ മദ്രസയിൽ പോയി, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വൈകി അമ്മ, അതുകൊണ്ട് അത് കഴിക്കാൻ നിന്നു, അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പിന്നിട്ട കാലഘട്ടത്തെക്കുറിച്ചാണ് എനിക്ക് ആലോചന വരുന്നത്. ഞാനും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 4 പെൺമക്കളാണ് ഞങ്ങൾ. ഒരു ആൺകുട്ടികൾ, അവരെന്നെ വെൽബേസ് ഷെഡ്യാർഡിൽ നിന്നിട്ട് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. മറ്റു സഹോദരിമാർ അങ്ങനെ വീട്ടിൽ കുറച്ച് പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു. അച്ഛനൊരു കർഷകനായിരുന്നു, ഒരു ഇടനില കർഷകനായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കുട്ടികളുടെ വിഷമം നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതേ രീതിയിലുള്ള ഒരു കാലഘട്ടം
കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു മനസ്സിനൊരു വേദനയുണ്ടാവും. അപ്പം ഞങ്ങൾ അങ്ങനെ കുട്ടികളോടൊന്നും പറയാറില്ല. അപ്പോൾ പിന്നെ അവരെ സമാധാനിപ്പിച്ച് ക്ലാസ്സിൽ കയറ്റിയിരുത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ച ആൾക്കാരാണ് ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പം കുട്ടികൾ സ്കൂളിൽ പോയാൽ മതി, അവർക്ക് ബസ് ഉമ്മറത്ത് വരും, ഉമ്മറത്ത് വന്ന് ബസ് കയറിയാൽ മതി, സ്കൂളിൻ്റെ വാതിൽക്ക് കൊണ്ടിറക്കും. എന്താ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ അത് അമ്മയും അച്ഛനോ അത് ഉണ്ടാക്കി കൊടുക്കും. ആ രീതിയിൽ നല്ല സൗകര്യങ്ങളോടുകൂടിയാണ് ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത്. അത് വേറൊന്ന്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോണ് ഈ കുട്ടികൾക്ക് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് എന്ത് വന്നാലും അതങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അതിനെ വഴിതെറ്റിക്കുന്ന രീതിയിലും ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിപ്പം കുട്ടികൾക്ക് ചിലപ്പോൾ ട്യൂഷൻ ഈ ടീച്ചർ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഓരോരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുട്ടികൾ മൊബൈൽ നോക്കണം, മൊബൈൽ വേണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയി ഒന്ന് വൈകി കഴിഞ്ഞാൽ അത് വീട്ടിലേക്ക് വിളിച്ച് പറയാനും കാര്യത്തിനും ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ കാണുക. ആവശ്യമില്ലാതെ ഫോൺ അതായത് ദുരുപയോഗം ചെയ്യാതെ ഇരിക്കുന്നതിൽ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് സ്കൂളിൽ പോയാൽ മതി, പഠിച്ചാൽ മതി, പുസ്തകം സമയത്തെത്തുന്നു. അതുപോലെ ഉച്ചയ്ക്ക് ആഹാരങ്ങൾ അപ്പോൾ ഈ സർക്കാരൊക്കെ അതിൻ്റെ രീതിയിൽ വേണ്ട പോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്താ പാലും മുട്ടയും അങ്ങനെയൊക്കെയുള്ള എല്ലാ പോഷക ഗുണങ്ങളുള്ള ആഹാര സാധനങ്ങളാണ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ലേ. അതിപ്പോൾ എന്ത് പറഞ്ഞാലും അമ്മമാർക്കും കുറച്ച് പണി കുറഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കുട്ടികൾക്ക് പാത്രത്തിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഉച്ചയ്ക്ക് അവർക്ക് ചൂടുള്ള നല്ല സാമ്പാർ, അവിയൽ, അങ്ങനെ തോരൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ അവർക്ക് ക്രമമായിട്ട് കിട്ടുന്നു. പിന്നെ അതൊക്കെ ഒരു വളരെ അധികം നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നു ചേർന്ന ഓരോരോ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്ക് നമ്മൾ അതിനെ അംഗീകരിക്കണം. കുട്ടികളും ആ രീതിയിൽ ആ മാറ്റങ്ങൾ ഉണ്ടായാലും അവർ വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ആക്കണം. പിന്നെ ഞാൻ സ്കൂളിലെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ KSSPU എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഒരു എളിയ പ്രവർത്തകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എല്ലാ കാര്യത്തിനും സമ്മേളനങ്ങൾക്കാണെങ്കിലും കൊള്ളാം, മീറ്റിങ്ങുകൾക്കാണെങ്കിലും കൊള്ളാം, കഴിവതും ഞാൻ പോകാറുണ്ട്. അതിലൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാറുമുണ്ട് എനിക്ക്. പിന്നെ ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, തിരുകുന്നപ്പള്ളിക്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ കുറേ മാതൃസമിതിയുണ്ട്. അപ്പോൾ ആ മാതൃസമിതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃസമിതി, ആ മാതൃസമിതിയിലെ ഒരു പ്രസിഡൻ്റാണ് ഞാൻ. അതേപോലെ തന്നെ അവിടെ കമ്മിറ്റി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി ഈ മാതൃസമിതിയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം പല പല പരിപാടികളുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെയുണ്ട്. അതിൽ പിന്നെ അവശത അനുഭവിക്കുന്നവർ, അവർക്ക് പുറത്തു പോകാൻ സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മുണ്ടൂരും കോങ്ങാട് പഞ്ചായത്തും കൂടെ കൂടിച്ചേർന്ന് ഈ ട്രസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം കൂടെ കഴിഞ്ഞു 2 കൊല്ലം മുമ്പ് മലമ്പുഴ കൊണ്ടുപോയി. ഇക്കൊല്ലം അത് കാഞ്ഞിരപ്പുഴയിലേക്ക് മാറ്റി. അവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അതിലൊക്കെ ഞങ്ങൾ സഹകരിക്കാറുണ്ട്.